നമസ്കാരം. പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. കല്ലന്താറ്റിൽ ഗുരുക്കളുടെ കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കോലത്ത് നാട്ടിലെ കല്ലന്താറ്റിൽ കുടുംബത്തിലെ ഒരു ബ്രാഹ്മണൻ ആയുധവിദ്യ അഭ്യസിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി കോഴിക്കോട്ട് വന്നു. അവിടെ അക്കാലത്ത് മൂന്നാം മുറ രാജാവ് വലിയ അഭ്യാസിയായിരുന്നതിനാൽ കല്ലന്താറ്റിൽ ബ്രാഹ്മണൻ അദ്ദേഹത്തെ ചെന്ന് കണ്ട് തൻ്റെ ആഗ്രഹം അറിയിച്ചു. രാജാവ് സന്തോഷസമേതം ബ്രാഹ്മണൻ്റെ അപേക്ഷയെ സ്വീകരിച്ചു. ഒരു ശുഭമുഹൂർത്തത്തിൽ തന്നെ ബ്രാഹ്മണൻ അഭ്യാസം ആരംഭിക്കുകയും ചെയ്തു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഗുരുവായ രാജാവ് ശിഷ്യനായ കല്ലന്താറ്റിൽ ബ്രാഹ്മണനോട്, ഇപ്പോൾ അങ്ങയെ പിടിക്കാൻ എത്ര പേർ വന്നാൽ തടുത്തു നിർത്താനാകും എന്ന് ചോദിച്ചു. അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, 10,000 പേര് വന്നാൽ ഒരു പ്രയാസവും കൂടാതെ ഞാൻ തടുത്തു നിർത്താം എന്ന് പറഞ്ഞു. അതുകൊണ്ട് മതിയായില്ല, കുറച്ചുകൂടി അഭ്യസിക്കണം എന്ന് ഗുരു പറഞ്ഞു. രാജാവ് വീണ്ടും പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ബ്രാഹ്മണൻ അതിജാഗ്രതയോടുകൂടി പഠിച്ചു. അങ്ങനെ ഒരു കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും ഗുരു മേൽപ്രകാരം ചോദിച്ചു. അപ്പോൾ 1000 പേര് വന്നാൽ 5000 പേര് വന്നാൽ തടഞ്ഞു നിർത്താം എന്ന് ബ്രാഹ്മണൻ പറഞ്ഞു. ഇനിയും മതിയായില്ല എന്ന് പറഞ്ഞ് പിന്നെയും അഭ്യസിപ്പിച്ചു. ഇങ്ങനെ ഓരോ കൊല്ലം കൂടുമ്പോൾ മേൽപ്രകാരം ഗുരു ചോദിക്കുകയും ശിഷ്യൻ 2000 പേരെ തടുക്കാം, 1000 പേരെ തടുക്കാം, 500 പേരെ തടുക്കാം എന്നിങ്ങനെ പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 12 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എന്തു തോന്നുന്നു എന്ന് ഗുരു ചോദിച്ചു. ഒരാൾ വന്നാൽ തടഞ്ഞു നിർത്താമെന്ന് തോന്നുന്നുണ്ട് എന്ന് ശിഷ്യൻ ഉത്തരം പറഞ്ഞു. ഇനിയും മതിയായെന്ന് തോന്നുന്നില്ല, കുറച്ചുകൂടി പഠിക്കണം എന്ന് ഗുരു പറഞ്ഞു. ഗുരു പിന്നെയും പഠിപ്പിക്കുകയും ശിഷ്യൻ പഠിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ ഗുരു ശിഷ്യന്മാരുടെ മേൽപ്പറഞ്ഞ ചോദ്യോത്തരങ്ങൾ കൊണ്ട് അല്പജ്ഞാനം അഹങ്കാരത്തെ ഉണ്ടാക്കുമെന്ന് വ്യക്തമാണ്. ഇങ്ങനെ കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോൾ കല്ലന്താറ്റിൽ ബ്രാഹ്മണൻ ഒന്നാം തരം അഭ്യാസിയായി തീർന്നു. ഇനി പഠിച്ചത് മതിയെന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നിത്തുടങ്ങി. എങ്കിലും ഗുരു സമ്മതിച്ചില്ല. ശിഷ്യവത്സലനായ ആ ഗുരുവായ രാജാവ് പോരാ മെയ് കണ്ണാകണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും അഭ്യസിപ്പിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കല്ലന്താറ്റിൽ ബ്രാഹ്മണൻ രാവിലെ പതിവുള്ള അഭ്യാസവും കഴിഞ്ഞ് തേച്ചു കുളിക്കാനായി സർവാംഗം എണ്ണയും തേച്ചുകൊണ്ട് പുറപ്പെട്ടു. മതിൽക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനുള്ള വാതിൽക്കൽ രണ്ടു വശത്തും ഓരോരുത്തർ ഓരോ കുന്തവും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതിനും ബ്രാഹ്മണൻ വാതിൽക്കൽ വരുമ്പോൾ രണ്ടുപേരും രണ്ടു വശത്തു നിന്ന് പെട്ടെന്ന് കുത്തുന്നതിനും കൽപ്പന കൊടുത്ത് രണ്ടുപേരെ ഗുരുവായ രാജാവ് നിർത്തിയിട്ടുണ്ടായിരുന്നു. രാജാവും അവിടെ ഒരു സ്ഥലത്ത് മറഞ്ഞിരുന്നു. ബ്രാഹ്മണൻ ഈ വിവരമൊന്നും അറിയാതെ പതിവ് പോലെ വാതിൽക്കൽ വന്ന് പുറത്തേക്കിറങ്ങി. പെട്ടെന്ന് രണ്ടു വശത്ത് നിന്നിരുന്ന കുന്തക്കാർ ഓരോ കുത്തും വെച്ചു കൊടുത്തു. കുത്തുകൊണ്ടതിൻ്റെ ശേഷമേ ബ്രാഹ്മണൻ കുന്തക്കാരെ കണ്ടുള്ളൂ. എങ്കിലും ഉടനെ അദ്ദേഹം അവിടെ നിന്ന് ചാടിക്കളഞ്ഞു. ഗുരുവായ രാജാവ് വെളിയിൽ ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ 2 കുന്തത്തിൻ്റെയും അറ്റത്ത് എണ്ണ പറ്റിയിരിക്കുന്നതായും ബ്രാഹ്മണൻ്റെ ദേഹത്ത് തൊലി പോലും മുറിയാതെയും ഇരിക്കുന്നതായും കണ്ടു. രാജാവ് സന്തോഷിച്ച്, ഇതാണ് മെയ്യ് കണ്ണാകണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, ഇനി അഭ്യാസം മതിയാക്കാം എന്ന് ശിഷ്യനോട് പറഞ്ഞു. എല്ലാം അവിടുത്തെ കൃപ എന്നും ശിഷ്യനും പറഞ്ഞു. രാജാവ് കോവിലത്തേക്കും കല്ലന്താറ്റിൽ ബ്രാഹ്മണൻ കുളിക്കാനും പോയി. കണ്ണിലെന്തെങ്കിലും പോകുന്നതിന് കൊള്ളാൻ തുടങ്ങുമ്പോഴേക്കും എത്രയും വേഗം കണ്ണ് അടഞ്ഞു പോകാറുണ്ടല്ലോ, അത്ര സ്വാധീനത ശരീരത്തിനുണ്ടാകണമെന്നാണ് മെയ്യ് കണ്ണാകണം എന്നുള്ള പറയുന്നതിൻ്റെ അർത്ഥം. മെയ്യ് കണ്ണാകണമെന്ന് ഗുരുവിനുണ്ടായിരുന്ന അഭിപ്രായം സഫലമായതുകൊണ്ടാണ് ഗുരു ഇനി അഭ്യാസം മതിയാക്കാം എന്ന് ശിഷ്യനോട് പറഞ്ഞത്. കല്ലന്താറ്റിൽ ബ്രാഹ്മണൻ പിന്നെയും കുറച്ചു കാലം ഗുരുസന്നിധിയിൽ താമസിച്ച് തനിക്കുണ്ടായിരുന്ന സന്ദേഹങ്ങൾ സകലവും തീർത്തതിന് ശേഷം ഗുരുദക്ഷിണയും കഴിച്ച് അനുഗ്രഹവും വാങ്ങി അവിടെ നിന്ന് പുറപ്പെട്ടു. കല്ലന്താറ്റിൽ ബ്രാഹ്മണൻ ഓരോ രാജ്യങ്ങളിൽ സഞ്ചരിച്ച് ഒരിക്കൽ കായംകുളത്ത് എത്തിച്ചേർന്നു. കായംകുളത്ത് രാജാവിനെ ചെന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ കൽപ്പനപ്രകാരം അവിടുത്തെ സൈന്യത്തെ ആയോധന വിദ്യ അഭ്യസിപ്പിച്ചുകൊണ്ട് കുറച്ച് ദിവസം അവിടെ താമസിച്ചു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ രാജാവിൻ്റെ നടപടികൾ അദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെടായികയാൽ കല്ലന്താറ്റിൽ ബ്രാഹ്മണൻ അവിടെ നിന്നും പോയിക്കളഞ്ഞു. പിന്നെയും പല സ്ഥലങ്ങളും കല്ലന്താറ്റിൽ ബ്രാഹ്മണൻ സഞ്ചരിച്ച് ഒടുക്കം പത്മനാഭപുരത്ത് എത്തിച്ചേർന്നു. അപ്പോൾ പ്രസിദ്ധനായിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നാടുവാഴുന്ന കാലമായിരുന്നു. ബ്രാഹ്മണൻ അവിടെ എത്തിയതിൻ്റെ ശേഷം രാജാവിനെ മുഖം കാണിക്കണമെന്ന് ആഗ്രഹിച്ചു. വിവരം സേവകന്മാർ മുഖാന്തരം രാജാവിനെ അറിയിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ഒരു വലിയ അഭ്യാസിയാണെന്നുള്ള വിവരം കൂടി രാജാവിനെ അറിയിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. സേവകന്മാർ എല്ലാ വിവരവും മഹാരാജാവിനെ അറിയിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം പകൽ 12 മണിക്ക് രാജാവിൻ്റെ മുമ്പായി ചെല്ലുന്നതിന് കൽപ്പനയുണ്ടായി. കല്ലന്താറ്റിൽ ബ്രാഹ്മണൻ കൽപ്പന പ്രകാരം പിറ്റേ ദിവസം 12 മണിയാകാറായപ്പോൾ കോട്ടവാതിൽക്കൽ ചെന്നു.
അപ്പോഴേക്കും മഹാരാജാവിൻ്റെ കൽപ്പനപ്രകാരം കോട്ടവാതിലുകളെല്ലാം അടയുകയും കോട്ടമതിൽ ചാടി വരാതിരിക്കാൻ മതിലിനോട് ചേർന്ന് വളരെ വീതിയിൽ എല്ലാ സ്ഥലത്തും ഒരാൾ പൊക്കത്തിലുള്ള ഇരുമ്പാണികൾ അടുപ്പിച്ചടുപ്പിച്ച് തറയ്ക്കുകയും ചെയ്തിരുന്നു. ബ്രാഹ്മണൻ കോട്ടയ്ക്ക് ചുറ്റും നടന്നു നോക്കിയിട്ട് എല്ലാ വാതിലുകളും അടച്ചിരിക്കുന്നതായി കണ്ടതുകൊണ്ട് ഇത് തന്നെ പരീക്ഷിക്കാനാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഉടനെ കല്ലന്താറ്റിൽ ബ്രാഹ്മണൻ അരയും തലയും മുറുക്കി വാളും പരിചയമെടുത്ത് പിടിച്ച് താണുനിന്ന് ചില ചുവടുകൾ വെച്ചിട്ട് കോട്ടമതിന്മേലെ അകത്തേക്ക് ചാടി. അകത്ത് ഇരുമ്പാണികൾ തറച്ചിരിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല. ചാടിപ്പൊങ്ങി കോട്ടമതിലിൻ്റെ മീതെ കൂടി അകത്തേക്ക് ചെന്നപ്പോഴാണ് കാലുകൾ നിലത്ത് കുത്താൻ ഇടമില്ലാതെ അടുപ്പിച്ചടുപ്പിച്ച് ഇരുമ്പാണികൾ തറച്ചിരിക്കുന്നത് കണ്ടത്. ബുദ്ധിശാലിയും അഭ്യാസിയുമായ അദ്ദേഹം മേൽഭാഗത്ത് നിന്ന് താഴെ എത്തുന്നതിന് മുമ്പായി തൻ്റെ കയ്യിലുണ്ടായിരുന്ന പരിച മലർത്തിപ്പിടിച്ച് ഒരാണിയുടെ മീതെ വെച്ച് കാലുകൾ രണ്ടും ആ പരിചയ്ക്കകത്ത് ചവിട്ടിക്കൊണ്ട് ഒന്നിരുന്നു. അവിടെ നിന്നുകൊണ്ടും പിന്നോക്കം ചാടി കോട്ടമതിൽ തൊടാതെ പുറത്തു വന്ന് നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്ന മഹാരാജാവ് വളരെ വിസ്മയത്തോടും സന്തോഷത്തോടും കൂടി ആളയച്ച് കോട്ടവാതിൽ തുറപ്പിച്ച് കല്ലന്താറ്റിൽ ബ്രാഹ്മണനെ തിരുമുമ്പാകെ വരുത്തുകയും അക്കാലത്ത് ബാല്യത്തിലായിരുന്ന രാമവർമ്മ രാജാവിനെ ആയുധാഭ്യാസം ചെയ്യിക്കുന്നതിനായി ഇദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കല്ലന്താറ്റിൽ ബ്രാഹ്മണൻ രാജഗുരുവായി തീർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തറവാട്ടിലേക്ക് ഗുരുക്കൾ എന്നൊരു സ്ഥാനവും കരമൊഴിവായിട്ട് അനേകം വസ്തുക്കളും മഹാരാജാവ് കൊടുത്തു. കല്ലന്താറ്റിൽ എന്നുള്ളത് ഈ ബ്രാഹ്മണൻ്റെ സ്വതയുള്ള വീട്ടുപേരാണ്. കല്ലന്താറ്റിൽ ഗുരുക്കളെ ബ്രാഹ്മണർ മുതലായവർ ഗുരുക്കളെന്നും ശൂദ്രർ മുതലായവർ ഗുരുക്കളച്ചൻ എന്നുമാണ് വിളിച്ചിരുന്നത്. അങ്ങനെ കുറേ കാലം തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ തിരുവനന്തപുരത്ത് തന്നെ സ്ഥിരമായി താമസിച്ചു തുടങ്ങിയപ്പോൾ ഗുരുക്കളുടെ താമസവും തിരുവനന്തപുരത്തായി. അവിടെ അദ്ദേഹത്തിന് അനേകം സ്ഥാനമാനങ്ങൾ കൊടുത്തത് കൂടാതെ പതിവായി പാർക്കുന്നതിനൊരു മഠവും പണിയിച്ചു കൊടുത്തു. ഗുരുക്കൾ കോലത്ത് നാട്ടിൽ നിന്ന് തൻ്റെ കുടുംബം മുഴുവൻ അവിടെ വരുത്തി സ്വജനങ്ങൾ അധികമുള്ള തിരുവല്ലയിൽ ഒരു ഭവനമുണ്ടാക്കി കുടുംബത്തെ അവിടെ സ്ഥിരതാമസമാക്കി. രാമവർമ്മ കല്ലന്താറ്റിൽ ഗുരുക്കളുടെ അടുക്കൽ വിദ്യാഭ്യാസം തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ മുതൽ അദ്ദേഹത്തിൻ്റെ മാതുലനായ രാജ്യം ഭരിക്കുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കോഴിക്കോട്ട് രാജാവ് ഗുരുക്കളുടെ അഭ്യാസകാലത്ത് ചോദിച്ചതുപോലെ ചോദിക്കുകയും ഗുരുക്കൾ അന്ന് പറഞ്ഞതുപോലെ തന്നെ 10,000 പേരെ തടുക്കാമെന്നും 5,000 പേരെ തടുക്കാമെന്നുമൊക്കെ രാമവർമ്മ രാജാവ് മാർത്താണ്ഡവർമ്മ മഹാരാജാവിനോട് ഉത്തരം പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒടുക്കം അഭ്യാസം തീരാറായപ്പോൾ ഒരു ദിവസം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പത്മനാഭപുരം കൊട്ടാരത്തിൽ മാളികയിൽ എഴുന്നള്ളി നിൽക്കുന്ന സമയം രാമവർമ്മ മാളികയിലേക്ക് കോവണിയിൽ കൂടി കയറിച്ചു. അപ്പോൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കോവണിയുടെ വാതിൽക്കൽ ഒരു വശത്തേക്ക് മാറി ഒളിച്ചു നിന്നു. രാമവർമ്മയ്ക്ക് തൻ്റെ മാതുലൻ ഒളിച്ചു നിൽക്കുന്നത് കാണാൻ പാടില്ലായിരുന്നു. കോവണിയിൽ കൂടി കയറി മുകളിലായ സമയം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തൻ്റെ കയ്യിലിരുന്ന പള്ളിവാൾ കൊണ്ട് രാമവർമ്മയുടെ കഴുത്ത് നോക്കി ഒരു വെട്ട് കൊടുത്തു. വെട്ട് കഴുത്തിൽ കൊണ്ടതിൻ്റെ ശേഷമേ രാമവർമ്മ അറിഞ്ഞുള്ളൂ. എങ്കിലും രാമവർമ്മ തൊലി മുറിയുന്ന നിമിഷത്തിനുള്ളിൽ ആ ഗോവണിപ്പടിയിൽ താണി ഇരുന്ന് കളഞ്ഞു. വെട്ട് കൊട്ടാരമാളികയുടെ ഒരു കഴുക്കോലിന് കൊള്ളുകയാൽ കഴുക്കോൽ മുറിഞ്ഞുപോയി. ഉടനെ കല്ലന്താറ്റിൽ ഗുരുക്കൾ അവിടെ എത്തി അവിടുന്ന് ഈ കഠിന പ്രവൃത്തി ചെയ്തത് എന്താണ് എന്ന് മാർത്താണ്ഡവർമ്മ മഹാരാജാവിനോട് ചോദിച്ചു. അപ്പോൾ മഹാരാജാവ് പറഞ്ഞു, ഒന്നുമില്ല, ഉണ്ണിയുടെ വിദ്യാഭ്യാസം കഴിയാറായല്ലോ, അയാൾ വല്ലതും പഠിച്ചിട്ടുണ്ടോ എന്ന് പരീക്ഷിച്ചു നോക്കുകയായിരുന്നു. ഇപ്രകാരമുള്ള ചതിപ്രയോഗങ്ങൾ ശത്രുക്കളിൽ നിന്ന് സാധാരണയായി സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. അതിൽ നിന്ന് സ്വയം രക്ഷ ചെയ്യാൻ കഴിവില്ലാത്തവൻ ഈ വംശത്തിൽ ജീവിച്ചിരുന്നിട്ട് പ്രയോജനമില്ല. അതിന് കഴിയുന്നവനാണെങ്കിൽ ഇതുകൊണ്ട് വിഷമമൊന്നും വരാനുമില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാണ് എന്ന് കൽപ്പിച്ചു പറഞ്ഞു. എൻ്റെ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ അടുക്കൽ പഠിക്കുന്നവർക്ക് ഇപ്രകാരമുള്ള പ്രയോഗങ്ങളിലൊന്നും അപകടം പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് കല്ലന്താറ്റിൽ ഗുരുക്കൾ മറുപടിയും പറഞ്ഞു. ഇതിനു ശേഷമാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് രാമവർമ്മയെ കായംകുളം മുതലായ യുദ്ധങ്ങൾക്ക് തന്നോടുകൂടി കൊണ്ടുപോവുകയും ചില സമയങ്ങളിൽ തനിച്ച് യുദ്ധങ്ങൾക്ക് പറഞ്ഞയക്കുകയൊക്കെ ചെയ്തു തുടങ്ങിയത്. ശിഷ്യന്മാരുടെ യോഗ്യത ഗുരുക്കന്മാരുടെ യോഗ്യതയ്ക്ക് തെളിവാണ്. കല്ലന്താറ്റിൽ ഗുരുക്കളുടെ ശിഷ്യനായിരുന്ന രാമവർമ്മയെപ്പോലെ മറ്റ് ശിഷ്യന്മാരും കേമന്മാരായിരുന്നു. അവരുടെ സാമർഥ്യത്തിൻ്റെ അനേകം കഥകൾ പറയാറുണ്ട്. ഭരണത്തിലേറിയ ശേഷം രാമവർമ്മ മഹാരാജാവ് നല്ല അഭ്യാസിയായിരുന്നതിനാൽ അഭ്യാസികളായിട്ടുള്ളവരെ വിളിച്ചുകൂട്ടുകയും ആദരിക്കുകയും അവർക്ക് സമ്മാനങ്ങൾ നൽകുകയൊക്കെ ചെയ്യുക പതിവായിരുന്നു. കുറേ കാലം കഴിഞ്ഞപ്പോഴേക്കും
യഥാർത്ഥ കല്ലന്താറ്റിൽ ഗുരുക്കൾ മരിച്ചിരുന്നു. രാമവർമ്മ മഹാരാജാവ് വാർദ്ധക്യത്തിലെത്തിയിരുന്ന കാലത്ത് ഒരു ദിവസം മുണ്ടിയൂർ എന്ന ഭവനപ്പേരുള്ള അഭ്യാസിയായ ഒരു ബ്രാഹ്മണൻ കൗബീനം മാത്രം ധരിച്ച് എണ്ണയും തേച്ചുകൊണ്ട് കുളിക്കാനായി പത്മതീർത്ഥക്കരെ നിൽക്കുമ്പോൾ വൃദ്ധനായൊരു നായർ ഒരു നെയ്ക്കുടവും തലയിൽ വെച്ചുകൊണ്ട് അതിലെ കടന്നുപോയി. ആ നായരുടെ കക്ഷത്തിൽ ഒരു നല്ല വടിയിരിക്കുന്നത് കണ്ട് മുണ്ടിയൂർ ബ്രാഹ്മണൻ, എടാ ആ വടി എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നായർ, അവിടേക്ക് ചെറുപ്പമാണല്ലോ, വടി വയസ്സായ എനിക്ക് വേണ്ടതല്ലേ എന്ന് ചോദിച്ചു. നീ വേറെ ഒന്നുണ്ടാക്കിക്കോ എന്ന് മുണ്ടിയൂർ ബ്രാഹ്മണൻ മറുപടി പറഞ്ഞു. അത് അവിടേക്കാകാമല്ലോ എന്ന് നായരും മറുപടി പറഞ്ഞു. അപ്പോൾ മുണ്ടിയൂർ ബ്രാഹ്മണൻ, നീ തന്നില്ലെങ്കിൽ വടി ഞാൻ മേടിക്കും എന്ന് ഭീഷണിപ്പെടുത്തി. ഉടനെ നായർ പറഞ്ഞു, എന്നാൽ അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞ് നടന്നു തുടങ്ങി. ബ്രാഹ്മണൻ പിന്നാലെ ചെന്ന് നായരുടെ കക്ഷത്തിലിരുന്ന വടിയുടെ അറ്റത്ത് പിടിച്ചു വലിച്ചു. ഒരു കൈ കൊണ്ട് പിടിച്ചു വലിച്ചിട്ട് അത് കിട്ടായികയാൽ രണ്ട് കൈ കൊണ്ടും മുറിയെ പിടിച്ചു വളരെ ശക്തിയോടുകൂടി പുറത്തു വലിച്ചു. എന്നിട്ടും വടി കിട്ടിയില്ല. എന്നിട്ടും ബ്രാഹ്മണൻ ഒഴിഞ്ഞു പോകുന്നില്ലെന്ന് കണ്ടപ്പോൾ നായർ അവിടെ നിന്ന് വലത്തൂട്ടൊന്ന് വട്ടത്തിൽ ചുറ്റിത്തിരിഞ്ഞ് നേരെ ഉത്സവമഠത്തിലേക്ക് നടന്നു തുടങ്ങി. അപ്പോൾ ബ്രാഹ്മണൻ എന്തുകൊണ്ടോ വടിയിന്മേൽ പിടിച്ചിരുന്ന പിടുത്തം വിട്ടുപോരാൻ പാടില്ലാത്ത അവസ്ഥയിലായി തീർന്നു. അതിനാൽ അദ്ദേഹം മുണ്ടെടുക്കാതെ എണ്ണയും തേച്ച് വെയിലും കൊണ്ട് വടിയുടെ അറ്റത്ത് പിടിച്ചുകൊണ്ട് നായരുടെ പിന്നാലെ തന്നെ പോകേണ്ടി വന്നു. ഈ വർത്തമാനങ്ങളെല്ലാം എങ്ങനെയോ രാമവർമ്മ മഹാരാജാവ് അറിഞ്ഞ് ഈ നായരെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് ചെല്ലാൻ കൽപ്പനയായി. അങ്ങനെ നായർ കൊട്ടാരത്തിലേക്ക് നടന്നു തുടങ്ങി. വടി വിട്ടു പോരാൻ നിവൃത്തിയില്ലായികയാൽ പിന്നാലെ മുണ്ടിയൂർ ബ്രാഹ്മണനും പോയി. തിരുമുമ്പാകെ ചെന്നപ്പോൾ, ഹേ മുണ്ടിയൂർ, എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു. താനൊരു അഭ്യാസിയും ചെറുപ്പക്കാരനുമായിട്ട് ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ട് വൃദ്ധനായ ഒരു നായരുടെ പിന്നാലെ മുണ്ടുടുക്കാതെ രാജാവിൻ്റെ അടുത്ത് ചെല്ലുന്നതിന് ഇടയായതിനാൽ ലജ്ജയും വ്യസനവും സഹിക്കവയ്യാതെ ആ മുണ്ടിയൂർ ബ്രാഹ്മണൻ കരഞ്ഞു തുടങ്ങി. അപ്പോൾ രാമവർമ്മ മഹാരാജാവ് ആ സാധു ബ്രാഹ്മണനെ വിട്ടേക്കൂ എന്ന് നായരോട് കൽപ്പിച്ചു. ഉടനെ നായർ അടിയൻ എന്ന് പറഞ്ഞ് അവിടെ നിന്നുകൊണ്ട് ഇടത്തൂട്ടൊന്ന് തിരിഞ്ഞു. അപ്പോൾ ബ്രാഹ്മണൻ്റെ പിടിവിട്ടു. മുണ്ടിയൂർ ബ്രാഹ്മണൻ പോവുകയും ചെയ്തു. നായർ ഈ മുണ്ടിയൂർ ബ്രാഹ്മണനോട് ചെയ്ത പ്രയോഗം രാമവർമ്മ മഹാരാജാവിന് അറിയാമെങ്കിലും അത് സാധാരണക്കാരായ അഭ്യാസികൾക്ക് അറിഞ്ഞുകൂടാത്തതായിരുന്നു. അസാമാന്യമായ അറിവുള്ള ഈ നായരെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട് എന്ന് രാജാവിന് തോന്നിയതിനാൽ നായരെക്കുറിച്ച് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു. അപ്പോൾ നായർ പറഞ്ഞു, മഹാരാജാവ് കായംകുളം പിടിക്കാനായി എഴുന്നള്ളിയ കാലത്ത് കോട്ടയ്ക്ക് മീതെ കുതിരയെ ചാടിച്ചപ്പോൾ കുതിര ഒരു വെട്ടുകൊള്ള കൊണ്ടതുകൊണ്ട് കോട്ടയ്ക്ക് പുറത്തേക്ക് വീഴുകയും തിരുമേനി കോട്ടയ്ക്ക് അകത്തേക്ക് ചാടുകയും ചെയ്ത് അങ്ങേക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. അന്ന് കൊത്തളത്തിൽ ഒളിച്ചിരുന്ന് കുതിരയുടെ കാൽ വെട്ടിയത് അടിയനാണ്. ആ സമയം അടിയനെ അങ്ങ് കണ്ടിട്ടുണ്ട് എന്നറിയിച്ചു. അപ്പോൾ നീ കായംകുളം രാജാവിൻ്റെ ഒരു സൈനികനായിരുന്നു അല്ലേ എന്ന് മഹാരാജാവ് ചോദിച്ചു. നായർ അടിയനെന്ന് ഉത്തരം പറഞ്ഞു. പിന്നെയും അവർ രണ്ടുപേരും പല കാര്യങ്ങളും സംസാരിച്ചു. കല്ലന്താറ്റിൽ ഗുരുക്കൾ തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് കായംകുളത്ത് കുറച്ചു കാലം കായംകുളത്തെ സൈന്യത്തെ ആയോധന വിദ്യ അഭ്യസിച്ച കൂട്ടത്തിൽ ഈ നായരും ഉണ്ടായിരുന്നു. നായരും കല്ലന്താറ്റിൽ ഗുരുക്കളുടെ ശിഷ്യനാണ് എന്ന് മനസ്സിലായപ്പോൾ മഹാരാജാവിന് സന്തോഷമായി. കാരണം അവർ രണ്ടുപേരും ഒരേ ഗുരുവിൻ്റെ ശിഷ്യന്മാരാണല്ലോ. ഉച്ചതിരിഞ്ഞപ്പോൾ അഭ്യാസികളായിട്ടുള്ള ബ്രാഹ്മണരെല്ലാവരും മഹാരാജാവിൻ്റെ അടുത്തെത്തി. ആ കൂട്ടത്തിൽ മുണ്ടിയൂർ ബ്രാഹ്മണനും ഉണ്ടായിരുന്നു. കായംകുളത്തുകാരൻ നായരും വന്നു ചേർന്നു. അപ്പോൾ അവിടെ അണ്ഡാകൃതിയിൽ ഒരു വലിയ ഇരുമ്പ് കെട്ടി കിടപ്പുണ്ടായിരുന്നു. ഇത് ആർക്കെങ്കിലും എടുത്തു പൊക്കാമോ എന്ന് മഹാരാജാവ് ചോദിച്ചു. ഇത് കേട്ട് അഭ്യാസികളായിട്ടുള്ള ഓരോരോ ബ്രാഹ്മണർ ചെന്ന് അത് എടുക്കാൻ ശ്രമിച്ചു. ആ കട്ടിയൊന്ന് ഇളക്കാൻ പോലും ആർക്കും കഴിഞ്ഞില്ല. ഒടുവിൽ മുണ്ടിയൂർ ബ്രാഹ്മണൻ വന്ന് ആ കട്ടി പൊക്കി. പക്ഷേ അത് മുട്ടോളം വരെ പൊക്കാനേ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ. പിന്നെ അത് നായർ വന്നിട്ട് അത് പൊക്കാൻ നോക്കി. അദ്ദേഹത്തിന് മുട്ടിനപ്പുറം അരയോളം പൊക്കാൻ പറ്റി. പിന്നീട് അതെടുക്കാൻ ആരും ഉണ്ടായില്ല. ഒടുക്കം മഹാരാജാവ്, നമുക്കിപ്പോൾ വാർദ്ധക്യം കൊണ്ട് ക്ഷീണമായി, എങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇരുമ്പ് കെട്ടി കഴുത്തോളം പൊക്കി. വളരെ വയസ്സും ക്ഷീണവുമായ മഹാരാജാവ് എടുത്തു പൊക്കിയ ഇരുമ്പ് കെട്ടി ചെറുപ്പക്കാരായ തങ്ങൾക്കൊന്ന് ഇളക്കാൻ പോലും കഴിഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ച് അഭ്യാസികളെന്ന നാട്യത്തോടുകൂടി അവിടെ കൂടിയിരുന്നവരെല്ലാം ലജ്ജിച്ചു പോയി. കായംകുളത്തുകാരൻ നായർക്ക് അനേകം സമ്മാനങ്ങൾ മഹാരാജാവ് നൽകുകയും ചെയ്തു. ഈ ഗുരുക്കളുടെ ശിഷ്യന്മാർക്ക് പോലും വലിയ ശ്രേഷ്ഠതയുണ്ട് എന്നാണ് ഈ കഥകളൊക്കെ നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കുന്നത്. ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.